നമസ്കാരം. എൻ്റെ പേര് ശാന്ത, അധ്യാപികയാണ്. ഒപ്പം ഞാൻ ആകാശവാണിയിലെ ലൈവ് അനൗൺസറാണ്. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ റേഡിയോ കുട്ടനാട് FM 90.0 അതിലെ RJയുമാണ്. ഇതാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്തിനടുത്ത് തുണ്ടത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ആദ്യം തന്നെ എൻ്റെ പാഷനാണ് നൃത്തം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തു നിന്ന് തുടങ്ങണം. എങ്ങനെയാണ് ഞാൻ ഈ നൃത്തത്തിലേക്ക് വന്നത് എന്നുള്ളത് അറിയേണ്ടതാണ്. ഞാൻ സ്കൂളിൽ പട്ടം ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ സ്കൂളിംഗ് ആയിരുന്നത്. ആ സമയത്ത് സ്കൂളിലുള്ള എല്ലാ കലാപ്രവർത്തനങ്ങളിലും ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആളായിരുന്നു. അതിനൊരു കാരണമുണ്ട്. എൻ്റെ അച്ഛൻ ഒരു കലാകാരനാണ്, അദ്ദേഹം അധ്യാപകനാണ്. അച്ഛന് നാടകവും അങ്ങനെയുള്ള കലാപ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്ത് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ മോണോ ആക്ട്, കഥാപ്രസംഗം, നൃത്തം എന്ന് വേണ്ട എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ഞാനൊരു ഹൈസ്കൂളാകുന്ന സമയത്ത് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് പോയിരുന്നു. കണിയാപുരം ഉപജില്ലയിൽ എനിക്ക് ഭരതനാട്യത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയുണ്ടായി. അത് കഴിഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ സ്കൂളിംഗ് തുടങ്ങുന്നത് കാര്യവട്ടം UPS. അവിടെ എനിക്ക് നൃത്തം കൂടുതലായിട്ട് എനിക്ക് മത്സരങ്ങളിലേക്ക് പോകാനൊരു സപ്പോർട്ട് ടീച്ചേഴ്സിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് നൃത്തം എൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതിനും മുന്നേ ഞാനൊരു LKG ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ശാന്താമണി ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ ശരിക്കും പറഞ്ഞാൽ പാട്ട് ടീച്ചറാണ്. അന്ന് ഈ പാട്ട് ടീച്ചർ എന്ന് പറഞ്ഞാലും അവർക്കെല്ലാം ഈ ഡാൻസിനെ കുറിച്ചൊരു ചെറിയ അറിവൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്നെ കുറച്ച് നൃത്തം പഠിപ്പിക്കുമായിരുന്നു. ആ പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആണോ എന്നൊന്നും എനിക്കറിയില്ല. ടീച്ചർ വേറെ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഞാനും കൂടെ അത് കണ്ടുപിടിച്ച് ഞാൻ അന്നേ തുള്ളുമായിരുന്നു. ഡാൻസിലോട്ട് എനിക്ക് വരാനുള്ള ഒരു ആഗ്രഹം അന്ന് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു എന്ന് എൻ്റെ പാരൻസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വട്ടിയൂർക്കാവ് പുരുഷോത്തമൻ എന്ന് പറയുന്ന സാറ് എന്നെ പഠിപ്പിക്കാനായിട്ട് തന്നെ വന്നിരുന്നു. അപ്പോൾ സാറാണ് എന്നെ നൃത്തത്തിൽ കുറച്ചൊരു കോമ്പറ്റീഷനൊക്കെ പോകാൻ തക്കവണ്ണം എന്നെ ഒന്ന് ആക്കിയെടുത്തത്. അപ്പം എൻ്റെ ഒരു ഇഷ്ടം പാരൻസ് മനസ്സിലാക്കിയിരുന്നു, നൃത്തം എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിലൊക്കെ ഒരു 6ാം ക്ലാസ്സിൽ ആണ് ഞാൻ എൻ്റെ അരങ്ങേറ്റം ചെയ്യുന്നത്. വട്ടിയൂർക്കാവ് പുരുഷോത്തമൻ സാറാണ് എന്നെ അരങ്ങേറ്റം ചെയ്യിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ UPSൽ പഠിക്കുമ്പോൾ കോമ്പറ്റീഷന് പോയി. അപ്പോൾ സാറാണ് എന്നെ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യിച്ചതും വിട്ടതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലായപ്പോഴും ഞാനിത് തുടർന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ നൃത്തം എന്നുള്ളത് ഒരു വലിയൊരു പാഷനായിട്ട് തന്നെ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. ആ പ്രായത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്ക് മത്സരമാണ്, അതിനുവേണ്ടി ചെയ്യണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഈ നൃത്തം വിടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു പ്രീ ഡിഗ്രി സമയം, അന്ന് പ്രീ ഡിഗ്രി സമയത്ത് കോളേജിൽ കയറി. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പിന്നീടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് ഒരു ഇൻകം ഉണ്ടാവണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ പക്ഷേ എനിക്ക് ഈ നൃത്തം വിട്ടു പോകാനൊരു മനസ്സില്ല. പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് നൃത്തം ഒന്ന് മാറ്റി നിർത്തി പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനത് അവിടെ തൽക്കാലം ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ അത് അങ്ങനെ തന്നെ കിടന്നു. കൊച്ചുനാളിലെ തുടങ്ങിയ ആ ഒരു നൃത്തത്തോടുള്ള ഒരു അഭിനിവേശം അത് പിന്നെ വിട്ടേയില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയെങ്കിലും എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ മാരേജ് ആയിരുന്നു. മാരേജിന് മുമ്പ് ഞാൻ MSc മാത്തമാറ്റിക്സ് ആണ്, B.Ed എടുത്തു. അത് കഴിഞ്ഞിട്ട് സ്കൂളുകളിൽ പോയി പഠിപ്പിക്കാനുള്ള എല്ലാവരുടെയും ഒരു നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പോയില്ല കേട്ടോ. ഞാൻ ഒരു വർഷം ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയാലും ഞാൻ അത് അവിടെ വെച്ച് മതിയാക്കി ഇങ്ങ് പോരും. കാരണം എനിക്കതിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതാണ്. അപ്പോൾ ഇതിനെയാണ് ഞാൻ പാഷൻ എന്ന് പറയുന്നത്. ഞാൻ എത്ര പഠിച്ചാലും ഞാൻ മാത്തമാറ്റിക്സിൽ ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം നല്ല മാർക്കുണ്ടായിരുന്നു, എനിക്ക് മാത്സിൽ നല്ല ടാലൻറ്റഡ് ആയിരുന്നു ഞാൻ. പക്ഷേ എന്നാൽ പോലും എനിക്കതിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ ഉള്ളിലും ഒരു പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. അതിനോടുള്ള അഭിനിവേശം എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് വിടാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കും അത്. എനിക്ക് നൃത്തത്തോടാണ് കൂടുതൽ ആ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നത്. പിന്നീട് എൻ്റെ വോയിസിനോടും എനിക്കൊരു
സ്വന്തമായിട്ടൊരു ആരാധന തോന്നിയിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ വോയിസ് എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല വോയിസ് ആയിരുന്നു. അപ്പോൾ അതിലെന്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡബ്ബിംഗ് ആണ് ആദ്യം വരുന്ന ഒരു കാര്യം. ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ തന്നെ ഡബ് ചെയ്ത് ഞാൻ ശീലിച്ചതുകൊണ്ട് എനിക്ക് ഡബ്ബിങ്ങിലോട്ടും പോകാൻ എനിക്ക് സാധിച്ചു. അതെൻ്റെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷമാണ് ആകാശവാണിയിൽ ലൈവ് അനൗൺസറായിട്ട് കയറുന്നത്. അവിടെ എനിക്ക് നല്ലവണ്ണം പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേജ് ആങ്കറിങ് നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നൃത്തം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിനിവേശം. അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ, എനിക്ക് 2 പെൺകുട്ടികളാണ്, അവരെന്നെ കളിയാക്കാറുണ്ട്. എനിക്ക് അടുക്കള ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും എൻ്റെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഇനി എൻ്റെ ശബ്ദം ഉപയോഗിച്ച് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, അതിനൊക്കെക്കാട്ടിലും ഏത് അർദ്ധരാത്രിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞാൽ ഒരു നൃത്തം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതിനകത്ത് എന്ത് പെർഫെക്ഷനുണ്ട് എന്നുള്ളതല്ല, പക്ഷേ എനിക്ക് അതിനോടുള്ള ഒരു ആവേശം അത് ഇതുവരെയും കെട്ടുപോയിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കല്യാണം കഴിയുന്നത് വരെ നമ്മൾ വീട്ടിൽ വളരെ സൗകര്യമായിട്ട് അല്ലേ, നമ്മുടെ ഇഷ്ടമൊക്കെ അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മുടെ പെൺകുട്ടികൾ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പോൾ പിന്നെ വേറൊരാളുടെ ഇഷ്ടവും കൂടെ നോക്കി വേണം നമ്മൾ പെരുമാറാനും പിന്നെ ജോലി ചെയ്യാനും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വേറൊരാളുടെ ഇടപെടൽ കൂടെ ഉണ്ടാവും. എൻ്റെ കാര്യത്തിൽ എൻ്റെ ഭർത്താവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. പുള്ളിക്കാരൻ വൺസ് ഇൻ 3 years എല്ലാം ട്രാൻസ്ഫറായി പോവും. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ആലോചിക്കും. ആദ്യം നമ്മൾ കല്യാണം കഴിഞ്ഞ് ചെന്ന ഉടനെ പിന്നെ അടുത്ത കുട്ടികളാവണം, പിന്നെ അവരെ വളർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ പൊതുവെ സ്ത്രീകളുടെ ഒരു അവസ്ഥ ഇതാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരും ഉണ്ടാവാം. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, കുറച്ച് മുമ്പേ ഞങ്ങളുടെയൊക്കെ ഒരു ഇതിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ കല്യാണം കഴിഞ്ഞു ചെന്നു, പിന്നെ 2 കുട്ടികളായി, അവരെ പഠിപ്പിക്കണം, വളർത്തണം. ആ ഒരു ബിസി സ്കെഡ്യൂളിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ നൃത്തത്തിനെ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാറില്ല. എന്നാലും നമ്മുടെ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റേതായ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത് ഞാൻ സ്റ്റേജിൽ കയറി കളിക്കും. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് അത് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ അതാണ് എൻ്റെ പാഷനെന്ന് ഞാൻ എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 കുട്ടികളായതിനു ശേഷം എൻ്റെ ഹസ്ബൻഡ് ട്രാൻസ്ഫറായി ചെങ്ങന്നൂർ പോയ സമയത്ത് ഞാനും കൂടെ ചെങ്ങന്നൂർ പോയി ഷിഫ്റ്റായി. അവിടെ ഒരു ഏകദേശം 10 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും എനിക്ക് മനസ്സിലായത് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ ഈ നൃത്തം കിടക്കുന്നിടത്തോളം എന്നെ ഇത് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും, എന്നെ ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കത് പഠിച്ചേ പറ്റൂ. ഇനി വീണ്ടും അതിനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള തീരുമാനത്തോടു കൂടി അന്ന് എൻ്റെ ചെറിയ മോള് വളരെ കുഞ്ഞായിരുന്നു കേട്ടോ. എങ്ങനെയാണ് എനിക്ക് ആ ധൈര്യം വന്നത്, അല്ലെങ്കിൽ എനിക്കിത് പറ്റും എന്നൊക്കെ എനിക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് പഠിച്ചേ പറ്റൂ. ആ ഒരു ഡിസയർ, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഗ്രേറ്റ് ഡിസയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നേടിയെടുക്കും എന്നുള്ളത്. അത് വളരെ സത്യമാണ് എൻ്റെ കാര്യത്തിൽ. അപ്പം ഞാൻ ആ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയി. അവിടെ തകഴി ഓമന എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. ടീച്ചറും ടീച്ചറിൻ്റെ മകളുമായിട്ടാണ് ആ ഡാൻസ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നത്. ദക്ഷിണ സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് കാര്യം പറഞ്ഞു, എനിക്കൊരു കുഞ്ഞാണ്, പക്ഷേ എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ആദ്യം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വണ്ണമൊക്കെ ഉണ്ട്, ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി നമ്മൾ ആ ആദ്യത്തെ ഒരു സ്ട്രക്ചറിൽ നിന്നൊക്കെ ഒന്ന് മാറുമല്ലോ. അപ്പോൾ എന്നെ കണ്ടിട്ട് ടീച്ചർ പറഞ്ഞു, ഈ ഉണ്ടത്തക്കടിക്ക് ഡാൻസ് പഠിച്ചാൽ നന്നായിരിക്കുമല്ലേ എന്ന് തോന്നിയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ടീച്ചർ, എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ ടീച്ചർ ഏറ്റെടുത്തു എന്നെ കേട്ടോ എന്ന് വേണം പറയാൻ. അപ്പോൾ ടീച്ചറും ടീച്ചറിൻ്റെ മകൾ അനിത ജാനകി, ഓമന ടീച്ചറെ കുറച്ച് പ്രായമുള്ള ആളാണ്. അനിത ജാനകി, ഞാൻ അനി ചേച്ചി എന്നാണ് വിളിക്കുക. ചേച്ചിയാണ് എന്നെ വീണ്ടും നൃത്തത്തിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് പറയുമ്പം സത്യം പറഞ്ഞാൽ സങ്കടം വരും. അത് കഴിഞ്ഞിട്ട് ചേച്ചി എന്നെ കുറേ സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാൻ എനിക്ക് അവസരം തന്നു. ചേച്ചി എന്നെ നിരന്തരം എന്നെ പഠിപ്പിച്ച്, എനിക്ക് ആ ഉള്ളിൽ ആ കഴിവുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും, പെർഫോം ചെയ്യാൻ ഞാൻ റെഡിയാവുകയും ചെയ്യും. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ചെങ്ങന്നൂർ ഒരിടത്തും തന്നെ
ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീ വന്ന് പെർഫോം ചെയ്യുന്നത് അങ്ങനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അത് അവിടെയുള്ളവർക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആയതിനു ശേഷം എൻ്റെ ഒരു പെർഫോമൻസ് കണ്ടതിന് ശേഷം അവിടെയുള്ള കുറേ വീട്ടമ്മമാർ ചേച്ചിയുടെ അടുത്ത് സ്റ്റുഡൻസായിട്ട് വന്നു. അപ്പോൾ അത് ചേച്ചി എപ്പോഴും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അതിന് റെഡിയായി, സ്റ്റേജ് പെർഫോം ചെയ്യാനായിട്ട് റെഡിയായി. എൻ്റെ കുറച്ച് വണ്ണമൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അതിന് റെഡിയായി എന്നുള്ളത് എൻ്റെ ഒരു മെൻ്റൽ പവറാണെന്ന് ചേച്ചി എപ്പോഴും പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണെന്ന് എനിക്കും തോന്നാറുണ്ട്. ഞാൻ എൻ്റെ 2 പെൺകുട്ടികളാണ്, അവരെയും അവിടെ ഡാൻസ് പഠിപ്പിച്ചു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഗുരുവായൂരൊക്കെ പോയി പെർഫോം ചെയ്തു. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് തോന്നിയത്, ഡാൻസ് ഒരാൾ പഠിപ്പിച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നതും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് പെർഫോം ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരു പ്രായം വരെ നമുക്ക് ആരെങ്കിലും പഠിപ്പിച്ച് തന്ന് നമ്മളത് പെർഫോം ചെയ്താൽ മതി. പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്കത് പോരാന്ന് സ്വയം തോന്നി തുടങ്ങും. അതിനോട് അഭിനിവേശം ഉള്ളവർക്ക്, അത് ഞാൻ എടുത്ത് പറയുകയാണ്. പെർഫോം ചെയ്താൽ മാത്രം മതി എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് ഡാൻസിനെ കുറിച്ച് കൂടുതൽ അറിവ് നേടണം, ഡാൻസ് എൻ്റെ ഒരു കരിയറാക്കി തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു വലിയൊരാഗ്രഹം. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ചെങ്ങന്നൂർ വിട്ട് ട്രിവാൻഡ്രം വരേണ്ടി വന്നു. ട്രിവാൻഡ്രത്ത് എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് സെറ്റിൽ ചെയ്യേണ്ടി വന്നു, കാര്യവട്ടം തുണ്ടത്തിൽ. അവിടെ ഞാൻ സെറ്റിൽ ചെയ്തതിന് ശേഷം കൊറോണ സമയം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ലാസ്യ കോളേജ് ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്, ആ കോളേജിൽ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ നൃത്തത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിപ്ലോമ കോഴ്സാണ്, 6 വർഷത്തെയാണ്. പക്ഷെ ഞാൻ 4 വർഷം ചെയ്തത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എന്നല്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുകയും എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വരികയും ചെയ്തു. അതിന് വേണ്ടിയിട്ട്, അതായത് ലാസ്യ കോളേജിൽ ആ കോഴ്സ് ചെയ്യാൻ എന്നെ സഹായിച്ചിരുന്നത് ആറ്റിങ്ങൽ ജോഷി എന്ന് പറയുന്ന ഗുരുവാണ്. അദ്ദേഹത്തിനെ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് നമിക്കുന്നു. കാരണം അദ്ദേഹമാണ് ഇതിലേക്ക് എന്നെ വീണ്ടും ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ സാറിനെയും അനുചേച്ചിയെയും 2 പേരെയും ഞാൻ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇവിടെ എൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇതാവും എന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള നൃത്തം എന്ന് പറയുന്ന ആ ഒരു ആവേശമുണ്ടല്ലോ, അതെന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ലാസ്യ കോളേജിൽ പഠിച്ചതിന് ശേഷം ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നി പോരാ, ഇത് കുറച്ച് കുട്ടികളിലേക്ക് കൊണ്ടുവരണം, കുറച്ച് കുട്ടികൾക്ക് ആ ഒരു അറിവ് പകർന്നു കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡാൻസ് സ്കൂൾ ആരംഭിക്കുന്നത്. സത്വ ഡാൻസ് അക്കാഡമി എന്ന പേരിലാണ് തുടങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നൃത്തം മാത്രമല്ല, എനിക്ക് അഭിനയം, എൻ്റെ വോയിസിൻ്റെ കാര്യങ്ങൾ, അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ബ്രദർ നന്നായിട്ട് പാടും, അപ്പോൾ ഇവിടെ ഒരു കലയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റണം. അതുകൊണ്ട് ഞാൻ സത്വ ക്രിയേഷൻസ് എന്നതിനെ പേര് മാറ്റി. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ സത്വ ഡാൻസ് അക്കാഡമി അങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ അക്കാഡമി തുടങ്ങുന്നത്. അന്ന് എൻ്റെ കൂടെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ ഉണ്ടായിരുന്നു, ഗൗതം മഹേശ്വർ. ഞാനും ഗൗതമും കൂടെയാണ് ഡാൻസ് സ്കൂൾ തുടങ്ങുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം. ഗൗതമാണ് അന്ന് മെയിനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഗൗതം ഹൈദരാബാദിൽ ഹൈ സ്റ്റഡീസിന് കുച്ചിപ്പുടി പഠിക്കാനായിട്ട് പോയി. പിന്നീട് ഞാൻ തന്നെയാണ് സ്കൂൾ നോക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ആ ഒരു ഉത്തരവാദിത്വവും കുട്ടികളെ എങ്ങനെ അതിൽ നൃത്തത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആലോചിക്കുകയും ഞാൻ തന്നെ സ്വയം പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അതുകൂടെ ഞാൻ ഒന്നുകൂടെ പറയാം. ചെങ്ങന്നൂർ ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1000-ഓളം വരുന്ന സ്ത്രീകളെ സംഘടിപ്പിച്ച് അവരെ തിരുവാതിര പഠിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരുവാതിര ട്രഡീഷണലായിട്ട് പഠിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ സ്കൂളുകളിലും കോളേജിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ തിരുവാതിര കോമ്പറ്റീഷന് പോയി എനിക്ക് തിരുവാതിരയെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ത്രീകളെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ തിരുവാതിര കുറച്ചുകൂടെ പെട്ടെന്ന് സ്ത്രീകൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എല്ലാ കുടുംബശ്രീകളിലും അറിയിച്ച്
അവിടുന്ന് സ്ത്രീകളെ കൊണ്ടുവന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എടുത്ത് അവർക്ക് കൊടുത്ത് അവരെ കേന്ദ്രങ്ങളിൽ വെച്ച് അവർ പഠിച്ച് പിന്നീട് ഇത്രയും പേരെ ഒന്നിച്ച് നിർത്തി ഞാൻ റിഹേഴ്സൽ ചെയ്യിച്ച് നമ്മുടെ ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഞാൻ ഇത്രയും പേരെ ഒരുക്കി എടുത്തു കൊണ്ടുവന്ന് ചെയ്യിച്ചു. അതെൻ്റെ വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് എൻ്റെ നേട്ടം എന്നുള്ളതല്ല, അതിനകത്ത് ഒരുപാട് സ്ത്രീകൾ സന്തോഷിച്ചു. കാരണം എൻ്റെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ കൂടുതലും ഫ്രസ്ട്രേറ്റഡ് ആണ് അവരുടെ വീട്ടുകാര്യങ്ങളിലും. അവർക്ക് അത് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ, അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ വരുമ്പം അവർ സ്വയം ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ അതിൽ നിന്ന് അവരെ മോചിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ചെയ്യാൻ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഞാൻ. അപ്പോൾ സ്ത്രീകളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു സാഫല്യമായിരുന്നു അന്ന് ആ ചെങ്ങന്നൂർ ചെയ്ത മെഗാ തിരുവാതിര. അതിനെനിക്ക് അന്ന് അവർ അവാർഡൊക്കെ തന്നു, എന്നെ അംഗീകരിച്ചു. എനിക്ക് കിട്ടിയ അംഗീകാരത്തിനേക്കാളിലും എനിക്ക് സന്തോഷം തോന്നിയത് അവരുടെ ആ സ്ത്രീകളുടെ മുഖത്ത് കണ്ട ആ സന്തോഷമാണ്, ആ ചിരിയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ സ്ത്രീകൾക്ക് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും കുറ്റം പറയുമല്ലേ, ഇതെന്തുകൊണ്ടാണ് അവരിൽ വരുന്നതെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അവർക്കത് തോന്നുന്നത്. അല്ലെങ്കിൽ അവർ നല്ല പ്യുവറായിട്ടുള്ള മനസ്സിന് ഉടമകളാണ് സ്ത്രീകളെന്ന് പറയുന്നത്. പക്ഷെ അവരങ്ങനെ ആക്കി മാറ്റുന്നതാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റിയെടുത്ത് അവരെ കൊണ്ടുവരണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്നിട്ട് ഞാൻ അന്ന് മൈക്കെടുത്ത് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് കൊടുത്ത ഒരു മെസ്സേജ് ഇതാണ്: ഇതൊരിക്കലും എൻ്റെ നേട്ടമല്ല, ഇത് നിങ്ങളുടെ നേട്ടമാണ്. നിങ്ങൾ ഇറങ്ങി വന്ന് ഇത് ചെയ്യാനുള്ള ഒരു ധൈര്യം. ഞാനൊരു ചെറിയൊരു തീപ്പൊരി ഇട്ടപ്പോൾ അതിനെ ആളിക്കത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു, അതാണ് നിങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞപ്പോൾ അതിൽ അവർ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം എപ്പോഴും അവർ ചോദിക്കും, ഇനി അടുത്ത മെഗാ തിരുവാതിര എന്നാണ് മാഡം എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ, ഒരുപാട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം സ്ത്രീകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള എൻ്റെ ചിന്തയാണ് അതിനെന്നെ പ്രേരിപ്പിച്ചത്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ചെങ്ങന്നൂർ ഞാൻ ചെയ്ത ഒരു കാര്യമാണ്, ഒരു ഫാഷൻ ഷോ വെച്ചു. സാധാരണ നമ്മൾ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റേ ക്യാറ്റ് വാക്ക് ചെയ്യുന്ന സ്ത്രീകളെന്നല്ല, പെൺകുട്ടികൾ, വളരെ ലീനായിട്ടുള്ള പിന്നെ ഒത്തിരി ഫാഷനബിളായിട്ടുള്ള ലേഡീസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഫാഷൻ ഷോയെ വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു അതങ്ങനെയല്ലല്ലോ, ഫാഷൻ ഷോ എല്ലാവർക്കും ചെയ്യാമല്ലോ, എല്ലാ സ്ത്രീകളും സുന്ദരിമാരല്ലേ, എല്ലാവർക്കും പറ്റും, എല്ലാവരും അവരൊരു മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സുന്ദരിമാരാണ്. അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒരു ആശയം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇതേപോലെ തന്നെ അവിടെ ഒരു ഫ്ലവർ ഷോ ഉണ്ട്, ചെങ്ങന്നൂർ ഫ്ലവർ ഷോ. വളരെ പോപ്പുലറാണ് കേട്ടോ ചെങ്ങന്നൂരുള്ള ആ ഫ്ലവർ ഷോ. ജാനുവരി മാസത്തിൽ നടക്കുന്ന ഫ്ലവർ ഷോ വടക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റേജിൽ ഞാൻ അതിൻ്റെ സംഘാടകരോട് പറഞ്ഞു, എനിക്ക് കുറച്ച് സ്ത്രീകളെ കൊണ്ടൊരു ഫാഷൻ ഷോ ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. കാരണം ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മെഗാ തിരുവാതിര ചെയ്തതോടുകൂടി അവർക്കറിയാം ഞാൻ ചെയ്താൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യും എന്നറിയാമെന്നുള്ളതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്നോട് ചെയ്യാൻ അവർ സമ്മതിച്ചു. ഞാൻ കുറേ സ്ത്രീകളെ സംഘടിപ്പിച്ചു. ഈ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് മടിച്ചു. പക്ഷേ എങ്കിലും ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന കുറേ ആൾക്കാരെ വെച്ചിട്ട് ഞാൻ ക്യാറ്റ് വാക്കൊക്കെ ഞാൻ അവരെ പഠിപ്പിച്ചെടുത്തു. ചെറിയ രീതിയിൽ, വലിയ ക്യാറ്റ് വാക്കൊന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഞാനും പ്രൊഫഷണൽ അല്ലല്ലോ, ആ കാര്യത്തിൽ ഞാനും പ്രൊഫഷണൽ അല്ല. പക്ഷേ എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ അവരെ ഒരു മേക്ക് ഓവർ ചെയ്തു. അതിനും എനിക്ക് ഒരു അവാർഡ് അവർ തന്നു. അപ്പോൾ ഈ അവാർഡ് തരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇത് എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന സ്ത്രീകളാണ് അതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി എല്ലാ സ്ത്രീകളിലും അവരുടെ ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട്, അവർക്കും ഇങ്ങനെ ഒരുങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യാനും. സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു മേക്ക് ഓവറിലൂടെ അവർ വളരെ സുന്ദരികളാവും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കേട്ടോ. ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്നാൽ സാധാരണ ഒന്നുമില്ലാത്ത ഒരാൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും ഒരു മേക്ക് ഓവർ ചെയ്ത് ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെല്ലാം നല്ല വ്യക്തികളാവും, നല്ല വ്യക്തിത്വങ്ങളാവും തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അവരെ നമ്മൾ ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കണം. സമൂഹത്തിനോട്
എൻ്റെ ഒരു അഭ്യർത്ഥനയും എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, നമ്മളൊരിക്കലും സ്ത്രീകളെ അടച്ചിടാനുള്ളവരല്ല, അവരെ പുറത്തേക്ക് കൊണ്ടുവരണം. അവരിലുള്ള കഴിവുകളെ പുരുഷന്മാരോടൊപ്പം തന്നെ നിൽക്കാൻ അവർക്ക് പ്രാപ്തിയുണ്ട്. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ കേരള സമൂഹത്തിലുള്ള ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, കുറച്ചുകൂടെ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇത് കേൾക്കുന്ന സ്ത്രീകൾ സ്വയം നിങ്ങൾ വിലയിരുത്തണം. എന്നിൽ ഇന്ന കഴിവുകളുണ്ട്, അത് നമുക്ക് പുറത്ത് കൊണ്ടുവരണം, എനിക്കും ഇതുപോലെ ആവണം എന്ന് നിങ്ങൾക്കും തോന്നണം. ഇതുപോലെ കുറേ ആൾക്കാരെ ഞാൻ സംഘടിപ്പിച്ചു എന്നും പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും നിങ്ങളിൽ ഓരോരുത്തരിലും ആ ഒരു സ്പാർക്ക് ഉണ്ടാവണം. നിങ്ങളിലെല്ലാവരിലും ആ സ്പാർക്ക് ഉണ്ട്, അതിനെ ഒന്നുകൂടെ ബൂം ചെയ്ത് കൊണ്ടുവരണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. ഇനി ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞില്ലേ 32 വയസ്സിന് ശേഷമാണ് ഡാൻസിനെ ഒരു അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് പറയാം. അത് തുടങ്ങിയത് ഒരു 32 വയസ്സിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു നല്ല യങ് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ, ഇപ്പോൾ 10-20 വർഷങ്ങളായി, ഇന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ ഏജിൽ എന്നെപ്പോലെ ചെയ്യാൻ കഴിവുള്ളവരെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സുള്ളവർ വളരെ കുറവാണ്. ആ മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. അതാണ് നിങ്ങളോട് എപ്പോഴും പറയുന്നത്. എൻ്റെ മനസ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. എനിക്ക് ഞാൻ തന്നെയാണ് സപ്പോർട്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങൾക്കും പറ്റും. നിങ്ങൾ നല്ല ശക്തരായിട്ട് വരും. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക. നമ്മുടെ ചുറ്റുപാട് നമ്മളെ എതിർക്കുന്ന ഒരുപാട് ശക്തികളുണ്ടാവും. അതിനെ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ നേർവഴിയിലാണ് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ ഒരു നല്ല ഫലത്തിൽ നമ്മൾ എത്തിച്ചേരും. നല്ലൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാനും സാധിക്കും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.